പിറ്റേ ദിവസം മയൂരിൻ്റെ ക്യാബിനിൽ. എന്താണ് മനു, കൈരേഖകളൊക്കെ മുഖത്തുണ്ടല്ലോ? അത് സാർ, ഇന്നലെ ഞാൻ എന്തു പറയണമെന്നറിയാതെ മനു കുഴങ്ങി. വീണതാണെന്ന് കള്ളം പറയാൻ പറ്റില്ല, പിന്നെ എന്തു പറയും മനു? മയൂർ പരിഹാസത്തോടെ ചോദിച്ചു. സാർ ഇന്നലെ കണ്ടു അല്ലേ? മനുവിൻ്റെ അടുത്തിരിക്കുന്ന സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ട് ഒരു ചമ്മിയ മുഖഭാവത്തോടെ മനു പറഞ്ഞു. ചമ്മണ്ട ചമ്മണ്ട. താൻ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഈ തല്ലിയതിനടക്കമുള്ള തിരിച്ചടി നമുക്ക് കൊടുക്കാൻ കഴിയും. എന്താ, എൻ്റെ കൂടെ നിൽക്കുന്നോ? സാർ എന്താ ഉദ്ദേശിക്കുന്നേ? മനു കവിൾ തടവിക്കൊണ്ട് പറഞ്ഞു. ഉദ്ദേശമൊക്കെ ദുരുദ്ദേശമാണ്, പക്ഷേ എൻ്റെ കൂടെ നിന്നാൽ നിനക്കും പ്രയോജനമുണ്ടാകും. ആ ജാനി ടീച്ചറുടെ അഹങ്കാരത്തിൻ്റെ കൊമ്പൊടിക്കാനാണെങ്കിൽ ഞാൻ എന്തിനും കൂടെയുണ്ട് സാർ. മനു. ഗുഡ്. പക്ഷേ അവളെ എങ്ങനെ ഇംപ്രസ് ചെയ്യും? സാധാരണ പെണ്ണുങ്ങളെ പോലെയല്ല, അവൾ അല്പം കൂടിയ ടൈപ്പാ. എൻ്റെ പൊന്നു സാറേ, നേരിട്ട് അവളോട് മുട്ടാൻ നിൽക്കണ്ട. ജാനി ടീച്ചർക്ക് ഒരു അനുജത്തിയുണ്ട്. ടീച്ചറെ പോലെയൊന്നുമല്ല, അല്പം മനുഷ്യത്വമുള്ള കുട്ടിയാ. പേര് തമ്പുരു. സാർ ആദ്യം തമ്പുരുവിനെ വശത്താക്കാൻ നോക്ക്. ആ കുട്ടി ഇവിടെ നയനയിൽ പഠിക്കുന്നുണ്ട്. മനു. ശരി, ആദ്യം അനുജത്തിയിൽ നിന്ന് തന്നെ തുടങ്ങാം. താനൊരു കാര്യം ചെയ്യ്, ഇന്ന് നയനയ്ക്ക് ഏതെങ്കിലും ഫ്രീ പീരീഡ് ഉണ്ടോ എന്ന് അന്വേഷിക്ക്. അല്ലെങ്കിൽ PTയോ ലൈബ്രറി പീരീഡോ കിട്ടിയാൽ മതി. ഓക്കെ സാർ എന്ന് പറഞ്ഞ് മനു ധൃതിയിൽ ക്യാബിനിൽ നിന്നും പുറത്തിറങ്ങി. എടി അഹങ്കാരി മദാമേ, നിന്റെ അഹങ്കാരം എങ്ങനെ തീർക്കുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാ മയൂർ സാറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇനി നിന്റെ കാര്യം സാറ് നോക്കിക്കോളും എന്ന് പറഞ്ഞ് തല കുലുക്കി ചിരിച്ചുകൊണ്ട് മനു ഓഫീസിലേക്ക് പോയി. ക്ലാസ് 9A. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് സർ. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ അപ്പോളജൈസ് ഫോർ ടേക്കിംഗ് യുവർ PT പീരീഡ്. മയൂർ. ഇറ്റ് ഡസൻ മാറ്റർ സാർ. ക്ലാസ് ലീഡർ എണീറ്റ് നിന്ന് പറഞ്ഞു. നമുക്ക് സംസാരിക്കാം. എനിക്ക് താല്പര്യം മലയാളത്തിൽ സംസാരിക്കാനാണ്. അതാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കുമല്ലേ? മയൂർ കുട്ടികളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞങ്ങൾക്കും അതുതന്നെയാണ് സാർ ഇഷ്ടം. എല്ലാ കുട്ടികളും ചേർന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് പരിചയപ്പെടാം. മയൂർ ഓരോരുത്തരെയുമായി വിളിച്ചു പരിചയപ്പെട്ടുകൊണ്ടിരുന്നു. ഇയാളുടെ പേര് തമ്പുരു. ആ പേര് കേട്ടതും അവൻ്റെ മനസ്സിൽ ഒരു കുളിർമഴ പെയ്തു. ഇയാളുടെ ചേച്ചി ഇവിടെ ടീച്ചറാണല്ലേ? അതെ സാർ. അപ്പോൾ തന്നെ മയൂരിൻ്റെ കണ്ണുകൾ തിളങ്ങി. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ചേച്ചിയേക്കാൾ സുന്ദരിയാണല്ലോ അനുജത്തി. തമ്പുരുവിനെ അടിമുടി നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. താങ്ക് യു സർ. മയൂരിൻ്റെ പ്രശംസ തമ്പുരുവിനെ സന്തോഷത്തിൻ്റെ കൊടുമുടിയിൽ കൊണ്ടെത്തിച്ചു. ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് മാത്സ് എടുക്കാം. എൻ്റെ സബ്ജക്റ്റ് മാത്സ് ആണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ പറയൂ, ഞാൻ എടുത്തു തരാം. പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ്. ഇതാണ് സാർ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ. XY എന്ന സമവാക്യം വെച്ച് വളരെ സിമ്പിളായി കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു കഥയുടെ പശ്ചാത്തലത്തിൽ അവൻ ക്ലാസ് എടുത്തു കൊടുത്തു. ആ ക്ലാസ്സിലുണ്ടായിരുന്ന മുഴുവൻ കുട്ടികൾക്കും അവൻ പറഞ്ഞത് മുഴുവനും മനസ്സിലായി. ഒരു കുട്ടിക്ക് പോലും മനസ്സിലാകാതിരുന്നില്ല. ഒട്ടും ബോറടിപ്പിക്കാത്ത ക്ലാസ് ആയതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം ക്ഷമയോടെ ക്ലാസ് കേട്ടുകൊണ്ടിരുന്നു. നെക്സ്റ്റ് പീരീഡിന് ബെല്ലടിച്ചപ്പോൾ കുട്ടികൾക്കെല്ലാം സങ്കടമായി. ഓക്കെ സ്റ്റുഡൻസ്, ഇനി ഇതുപോലെ ഏതെങ്കിലും ഫ്രീ പീരീഡിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം എന്ന് പറഞ്ഞ് തമ്പുരുവിന് ഒരു നിറഞ്ഞ പുഞ്ചിരി നൽകിക്കൊണ്ട് അവൻ ക്ലാസ്സിൽ നിന്നും പോയി. ഇത്ര സിമ്പിളായ ചാപ്റ്റർ ആണോ നിന്റെ ചേച്ചി ഇത്രയും കോംപ്ലിക്കേഷനായി എടുത്തത്? ഇനിയുള്ള ക്ലാസ്സുകളെല്ലാം സാർ എടുത്താൽ മതിയായിരുന്നു. തമ്പുരുവിൻ്റെ ഫ്രണ്ടായ അനാമിക പറഞ്ഞു. ശരിയാ, സാർ എത്ര സിമ്പിളായിട്ടാണ് എടുത്തത്. കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കഥയെല്ലാം പറഞ്ഞ് സാറിൻ്റെ ക്ലാസ്സിലിരിക്കാൻ പറ്റിയത് തന്നെ ഭാഗ്യമാണ്, തമ്പുരു ചിന്തിച്ചു.